ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ ക്ലാസ്സൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് കണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോസ് എത്ര പേരാണോ കണ്ടത്, ആ കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഞാൻ ഇത്തരം ഒരു വീഡിയോ ചെയ്യാനായിട്ട് എത്രയും സമയമെടുത്ത് നമ്മളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്ന് എനിക്കറിയാൻ സാധിച്ചാൽ അതെന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കുക, വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അക്കൗണ്ടിങ് കൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. ഞാൻ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ബ്രീഫായിട്ട് കാര്യങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്കിന്ന് അക്കൗണ്ടിങ് കൺസെപ്റ്റ് പഠിക്കാം. അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം അസംഷൻസ് അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇവ എല്ലാം ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഓൾ ഓവർ ദ വേൾഡ് എല്ലാ അക്കൗണ്ടൻറ്റുമാരും അല്ലെങ്കിൽ അക്കൗണ്ടിങ് വർക്ക് ഓൾ ഓവർ ദ വേൾഡ് പെർഫോം ചെയ്യുന്നത് ഈ അസംഷൻസിൻ്റെ, ഈ തത്വങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ ബേസിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത്തരം അസംഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം അസംഷൻസിൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൻ്റെ അല്ലെങ്കിൽ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കൃത്യതയും അല്ലെങ്കിൽ ആക്യുറസി ഉണ്ടാവുകയും എല്ലായിടങ്ങളിലും ഒരേ രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് മെത്തേഡ്സ് ഫോളോ ചെയ്യാനും സാധിക്കും. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ബേസാണ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബേസാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അക്കൗണ്ടിങ് വർക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ താഴെ പറയുന്നതൊക്കെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ഇവിടെ 13ഓളം അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ബിസിനസ് ഓരോന്നോരോന്നായിട്ട് പറയാം. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ, മാച്ചിങ്, ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഇതിൽ പലതും നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാനായിട്ട് സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ കൺസെപ്റ്റും ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ തിരിച്ചും മറിച്ചും നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത് ബിസിനസ്സും അത് നടത്തുന്ന ആളും രണ്ട് പേരും രണ്ടാണ്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് അത് നടത്തുന്ന ആളിൽ നിന്നും ഒരു വേറിട്ട നിലനിൽപ്പുണ്ട്, അല്ലെങ്കിൽ രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി മുതൽ മുടക്കുന്ന തുക, അതായത് ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിനെ ബിസിനസ് ഒരു ലയബിലിറ്റിയായി കാണാൻ കാരണം തന്നെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു തത്വമാണ്. അല്ലെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. അതായത് ബിസിനസ്സുകാരൻ നമ്മൾക്ക് തന്ന ഒരു കടമാണ്, ഒരു ലയബിലിറ്റിയാണ്. അത് നമ്മൾ വിത്ത് ഇൻട്രസ്റ്റോടു കൂടി തിരിച്ചു കൊടുക്കണം എന്നതാണ് ഇവിടെ ഈ ഒരു എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു ജേണൽ എൻട്രി എഴുതുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അജയ്സ് ക്യാപിറ്റൽ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സും അത് നടത്തുന്ന ആളും രണ്ടും രണ്ടാണ്. അല്ലെങ്കിൽ ബിസിനസ്സിന് അത് നടത്തുന്ന ആളിൽ നിന്ന് ഒരു അത് നടത്തുന്ന ആളിൽ നിന്നും ഒരു വേറിട്ട ഒരു നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത്.
ഇനി അടുത്ത കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അത് ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ട്രാൻസാക്ഷൻസ് മോണിറ്ററി വാല്യൂവിലുള്ളത് അത് മാത്രമേ നമ്മൾ ബിസിനസ്സിലേക്ക് റെക്കോർഡ് ചെയ്യാൻ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി എടുക്കുന്നുള്ളൂ. വേറെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതിനൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു എലമെൻറ്റ്, ഒരു മോണിറ്ററി എലമെൻറ്റ് അതിലില്ല. പണത്തിൻ്റെ മൂല്യത്തിൽ അത് കണക്കാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന് അല്ലെങ്കിൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ നമ്മളത് കാണിക്കുന്നില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കുറേ എംപ്ലോയീസ്, തൊഴിലാളികൾ പണി മുടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മാനേജറിയൽ പോളിസീസിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊന്നും തന്നെ നമ്മൾ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ നമ്മൾ കാണിക്കില്ല. നെക്സ്റ്റ് വണ്ണാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇതും ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിന് ബിസിനസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു ഭാവിയിലേക്ക് അടുത്ത കാലത്തൊന്നും ബിസിനസ് നിർത്തി പോകില്ല. അതിനൊരു അനിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് അതിനൊരു നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പറയുന്നത്. അടുത്ത കാലത്തൊന്നും നമ്മൾ ബിസിനസ് നിർത്തുന്നില്ല. ബിസിനസ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പീരിയഡാണ്. ഈ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഉദാഹരണം, ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഡിപ്രീസിയേഷൻ. നമ്മൾ മെഷീനറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അടുത്ത കാലത്തൊന്നും ഈ ബിസിനസ് നിർത്തി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മെഷീനറിയുടെ മാക്സിമം ലൈഫ് നമുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈഫ് വരെ നമുക്ക് ഈ മെഷീനറി ഉപയോഗിക്കാൻ സാധിക്കും എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന് ഓരോ വർഷവും ഒരു ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയറായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞത്, ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡിലേക്ക് റൺ ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. നമുക്ക് എത്ര കാലത്തേക്കാണെന്ന് അറിയാൻ പറ്റില്ല. അത്രയും കാലങ്ങളിലേക്ക് അതിൻ്റെ ലൈഫ് ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റണ്ണിങ് എങ്ങനെയാണ്, അതിൻ്റെ ലാഭവും നഷ്ടവും ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈഫ് പീരിയഡിനെ നമ്മളൊരു ചെറിയ സ്പാൻ ഓഫ് ടൈം, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വർഷമായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ വർഷവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഒരു അക്കൗണ്ടിങ് പീരിയഡായിട്ട്. അതായത് 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെ തുടങ്ങുന്ന അവസാനിക്കുന്ന ഒരു അക്കൗണ്ടിങ് പീരിയഡായിട്ട് കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ ലാഭനഷ്ടങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. നെക്സ്റ്റ് വണ്ണാണ് കോസ്റ്റ് കൺസെപ്റ്റ്. അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റ്. ഓൾ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് റാദർ ദാൻ മാർക്കറ്റ് പ്രൈസ്. ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അസറ്റിൻ്റെ എത്ര രൂപയ്ക്കാണോ നമ്മൾ ആ അസറ്റ് വാങ്ങിച്ചത് ആ വിലയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അല്ലേ? ഇന്നിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ വിലയല്ല നാളെ, ഇന്നൊരു ടി വിയുടെ വിലയല്ല നാളെ. അപ്പോൾ അത്തരം മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതിനൊരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് പ്രൈസിൽ നമ്മുടെ അസറ്റ്സ് വാല്യൂ ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് കൂടിയാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണെന്ന് നമുക്ക് പറയാം. ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ആണ് ഈ ഒരു കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ്
ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. അതായത് ഓരോ ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കും. ഓരോ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്. ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു, എന്താണ് ജേണൽ എൻട്രി? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഡെബിറ്റ് ആസ്പെക്റ്റും വന്നു, ക്രെഡിറ്റ് ആസ്പെക്റ്റും വന്നു. മെഷീനറി വന്നു ആസ് ആൻ അസറ്റ്, മെഷീനറി നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു, വേറൊരു അസറ്റ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി, അല്ലേ? അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും ഏത് ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, രണ്ട് അക്കൗണ്ടിൽ അത് കാണിക്കണം എന്നുള്ള ഒരു ഗോൾഡൻ റൂളാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് സിമ്പിളായിട്ട് പറയുന്നത്, നമുക്ക് ബിസിനസ്സിൽ പൈസ കിട്ടി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? കിട്ടണമെന്നില്ല. ആക്ച്വലി ഫിസിക്കലി നമുക്ക് കിട്ടണമെന്നില്ല. മറിച്ച് അത് കിട്ടും എന്നതിൻ്റെ പൂർണ്ണമായ ഉറപ്പ് നമുക്ക് ലീഗലി ഉണ്ടെങ്കിൽ തന്നെ അത് കിട്ടിയതായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കടത്തിന് ഗുഡ്സ് വിറ്റു എന്ന് വിചാരിക്കുക. വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബിൽസ് റിസീവബിൾ. നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി തയ്യാറാക്കി ബിൽസ് റിസീവബിൾ നമുക്ക് കിട്ടിയാൽ അതിൻ്റെ ക്യാഷ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് 3 മാസം കഴിഞ്ഞാണെങ്കിലും ആ ഒരു എമൗണ്ട് നമ്മളുടെ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ കിട്ടിയതായി തന്നെ കണക്കാക്കും. ആക്ച്വലി നമുക്കത് കയ്യിൽ കിട്ടണം എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സെല്ലർ വെൻ ഇറ്റ് ഈസ് ഏൺഡ്. ഇത് കിട്ടുമ്പോൾ ഇർറെസ്പെക്റ്റീവ് ഓഫ് വെദർ ദ ക്യാഷ് റിസീവ്ഡ് ഓർ നോട്ട്. ക്യാഷ് കിട്ടിയോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷെ എന്നാണോ അത് ജനറേറ്റ് ചെയ്യുന്നത് അന്ന് അത് കിട്ടിയതായിട്ട് തന്നെ നമ്മളത് കണക്കാക്കും. അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത് ഈ റവന്യൂ, നമ്മളൊരു കാര്യം നമുക്ക് ബിസിനസ്സിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വർഷം സെയിൽ ചെയ്തു, നമുക്ക് അതിൽ നിന്നുള്ള സെല്ലിങ് എക്സ്പെൻസ് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വർഷത്തെ സെയിൽസിന് വേണ്ടി നമ്മൾ എത്ര ചിലവാക്കിയോ അതാണ് നമ്മളിവിടെ കണക്കിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്കുള്ള എന്തെങ്കിലും എക്സ്പെൻസ് നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നിലവിൽ നമുക്കൊരു ഇൻകം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ഇത് നമ്മൾ ഒരിക്കലും ഈ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ കാണിക്കുന്നില്ല. നമ്മൾ ചിലവാക്കുന്നതും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകവും തമ്മിൽ സെയിം ഇയറിൽ മാച്ച് ചെയ്യാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഒരു ശമ്പളം കൊടുക്കാനുണ്ടായിരുന്നു പക്ഷേ അത് കൊടുത്തിട്ടില്ല, പക്ഷെ അത് അടുത്ത വർഷത്തെ അക്കൗണ്ടിലല്ല നമ്മൾ കാണിക്കേണ്ടത്, അത് ഈ വർഷം കൊടുക്കേണ്ടതാണ്, ഈ വർഷത്തെ ശമ്പളമാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ശമ്പളത്തിൻ്റെ കൂടെ അത് ആഡ് ചെയ്ത് കാണിക്കുകയും നമ്മൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് കാണിക്കുകയും അതേപോലെ തന്നെ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയും ചെയ്യുന്നത് ഈ ഒരു മാച്ചിങ് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റാണ് ഫുൾ ഡിസ്ക്ലോഷർ. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പെടുത്തുക. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാലോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വെളിപ്പെടുത്തുക അല്ലെങ്കിൽ അറിയിക്കുക, പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം പോലും നമ്മളുടെ ഫിനാൻഷ്യൽ ഒരു റെലവൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പോലും, ഒരു കാര്യം പോലും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ റിപ്പോർട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ മിസ്സിങ് ആവരുത്. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നത്.
എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് കാണിക്കാനൊരു റൂളില്ല, അങ്ങനെ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ ഫുട് നോട്ടായിട്ടെങ്കിലും അത് കാണിച്ചിരിക്കണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ 10ാമത്തെ കൺസെപ്റ്റാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസും നമ്മൾ എന്താണോ അക്കൗണ്ടിങ്ങിന് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആയിക്കോട്ടെ, പോളിസി ആയിക്കോട്ടെ, ഇതെല്ലാം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, റെഗുലർ ആയിരിക്കണം, എപ്പോഴും ചേഞ്ചസ് വരരുത്, എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കരുത്. അതിനൊരു ഒരു സ്റ്റെബിലിറ്റി വേണം. നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണോ അതൊരു ലോങ് പീരിയഡിലേക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. എങ്കിലും മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റൂൾസിലോ പ്രൊസീജിയേഴ്സിലൊക്കെ ഉള്ള ചേഞ്ചസ് പലപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ഇപ്പോൾ കൺസർവേറ്റിസം കൺസെപ്റ്റ് അനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രേസ് ഉണ്ട്, ടു നോട്ട് ആൻറ്റിസിപ്പേറ്റ് എ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. അപ്പോൾ ഏതെങ്കിലും ഒരു നഷ്ടം വരാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും നിങ്ങൾ മുന്നിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അതിനുള്ള ഒരു മുൻകരുതൽ എടുത്തിരിക്കണം. ലാഭം ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഒരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ആ ലാഭമൊന്നും നമുക്ക് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കാണിക്കേണ്ട കാര്യമില്ല, പറ്റിയില്ലെങ്കിൽ നല്ല കാണിക്കേണ്ട കാര്യമില്ല. അതേസമയം എല്ലാ നഷ്ടങ്ങൾക്കുമുള്ള ഒരു തുക, ഒരു പ്രൊവിഷൻ നമ്മളെ അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്, ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, സംശയം, നമുക്ക് ഈ കടം കിട്ടുമോ, ഈ പൈസ കൊടുത്തത് തിരിച്ചു കിട്ടുമോ എന്ന് സംശയമുള്ള കടങ്ങൾക്ക് നമ്മൾ പ്രൊവിഷൻ കരുതി വയ്ക്കുന്നത് എല്ലാം ഈ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് വണ്ണാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ഇത് സിമ്പിളാണ്. നമ്മുടെ ബിസിനസ്സിലെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രം നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചാൽ മതി. അതിന് പകരം ഏറ്റവും ചെറിയത്, ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയാം, നമ്മളൊരു പെൻസിൽ മേടിച്ചു. ഈ പെൻസിൽ മേടിച്ചത് കൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല. പക്ഷേ അതേസമയം ഞാനൊരു 25 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുള്ള ഒരു മെഷീനറിയാണ് മേടിച്ചതെങ്കിലോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിലും അതിനോടനുബന്ധിച്ച് വരുന്ന ചിലവുകളിലും ഒക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയലായിട്ടുള്ള നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചാൽ മതി. അതാണ് കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി. അപ്പോൾ ഒബ്ജക്റ്റീവിറ്റി കൺസെപ്റ്റാണ് ഫൈനലി നമ്മൾ പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവായിരിക്കണം, അൺബയസ്ഡ് ആയിട്ടായിരിക്കണം നമ്മളുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനിവിടെ പറയുന്നത് എന്താണ്, ഏത് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും പർച്ചേസ് ആയിക്കോട്ടെ സെയിലായിക്കോട്ടെ അതിനെല്ലാത്തിനും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടാകണം. അതിനോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻവോയ്സും റെസിപ്റ്റും ബില്ലുകളും ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മളുടെ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ക്ലിയറായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അക്കൗണ്ടിങ് റിസൾട്ട്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് കിട്ടുമെന്നതാണ് ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ ഇത്രയാണ് കൺസെപ്റ്റുകൾ. എല്ലാവർക്കും ക്ലിയറായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റഡി നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാനായിട്ട് ഒരു മടിയും വിചാരിക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.